ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ. ഇന്ന് തിരുവോണമാണ്. എല്ലാവരും നമ്മൾ മലയാളികൾ എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും. ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ട്, അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമൊക്കെ ഇച്ചിരി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാലും എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം നമ്മളുടെ ഓണത്തിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത്. ലക്കിമോൻ ഓടി വരുന്നുണ്ട്. ലക്കിമോനെ ഏത് കളർ ഉടുപ്പായിട്ടായിരിക്കുന്ന ഇന്ന് ഞങ്ങളെല്ലാവരും ഗ്രീൻ കളർ ഉടുപ്പായിട്ടോ. ഗ്രീൻ കളറ് കണ്ടോ? ഒന്ന് അങ്ങോട്ട് നോക്കിച്ചേ. തിരക്കിലാണ്. നമുക്ക് അപ്പുറത്തെ പൂ ഒക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. പൂക്കളം ഇടുന്നതിനുള്ള പൂവും അതും ഇതൊക്കെ ആയിട്ട്. പിന്നെ ചേച്ചിയും ഫാമിലിയൊക്കെ ഉണ്ട്. നമ്മളുടെ അത്തപ്പൂ ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടോ? അവിടെ ചേട്ടന് ചേച്ചിയുടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. ചേച്ചി അതിൻ്റെ ഇടയിൽ നിൽപ്പുണ്ട്. നമ്മളും അങ്ങോട്ട് പോവാണ്. ചേട്ടനോട് ഇങ്ങോട്ട് കയറിയുന്നേ. മഴയൊക്കെ കാരണമുണ്ടല്ലോ കുറച്ചധികം പൂവ് വല്ലാതായി പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് അത്യാവശ്യം അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ടുള്ള വാടാമുല്ലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വാടാമല്ലി, വാടാമുല്ല, അങ്ങനെ പലയിടത്ത് പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നമുക്ക് ഓണത്തിന് അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മാരിഗോൾഡ് മഞ്ഞ കളറും ഓറഞ്ച് കളറും നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതേ ഓണത്തിന് പൂവൊക്കെ ആയി, നിറച്ച് പൂവായിട്ടുണ്ട്. അതേ പക്ഷേ മഴവെള്ളം വീണിട്ടും വെയിറ്റ് കാരണം അത് ഇങ്ങനെ ഒടിഞ്ഞു പോവാണേ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ. താഴെ മോനിങ്ങെടുക്ക, ലക്കി മോനിങ്ങെടുക്ക. കണ്ടോ പൂ ഒന്ന് കാണിച്ചു കൊടുത്തേ, അങ്ങോട്ട് കാണിച്ചേ. കണ്ടോ എത്രയും വലിയ പൂവാണ്. കണ്ടോ ഒരു പൂവിൻ്റെ വലിപ്പം കണ്ട. അതിലിച്ചിരി മണ്ണുണ്ട്, അത് എടുക്കണ്ട. താഴെ മുട്ടി കിടന്നുണ്ട്. ഈ ഒടിഞ്ഞു കിടന്ന് നമുക്ക് എടുക്കാം. ഇപ്പോഴേ എൻ്റെ ലക്കി മോനെ ഇവിടെ നിന്ന് എടുക്കും. ലക്കി ഇവിടെ പൂ പറിക്കാൻ വന്നപ്പോൾ അമ്മ കട്ട് ചെയ്തെടുത്തു. ഇതെടുക്ക. ലക്കി മോൻ ഇതിനകത്തിട്ടോ, പാത്രത്തിലിട. മിടുക്കൻ. ഇതിൽ അതെ ഉണ്ട്. ഇത് ഒടിഞ്ഞു കിടക്കുന്ന ഇത് എന്നാ കട്ട് ചെയ്യേ. മോൻ ഇങ്ങനെ പിടിച്ചോ. ഇനി ഞാൻ പാത്രത്തിൽ കട്ട് ചെയ്യേ. എൻ്റെ അത്യാവശ്യത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുകയാണെങ്കിൽ നമുക്ക് നല്ല കാണാനും നല്ല ഭംഗിയാ. പൂക്കളം ഇടാനായിട്ട് എടുക്കുകയും ചെയ്യാതെ. കണ്ടോ നല്ല രസമില്ലേ? ലക്കിമോനെ ബാ ഇതിലിട്ടോ. വലുത് കൊടുത്തോ, അത് ഒടിയാറായി. കുഞ്ഞിൻ്റെ കൂടെ മോനെ അപ്പുറത്ത് വെച്ചിട്ട് ഇപ്പുറം കട്ട് ചെയ്തേ, എന്നിട്ട് അങ്ങ് താഴെ ഇട്ടു. കുഞ്ഞിൻ്റെ കൂടെ പിടിച്ചോ. ഇതിൽ പോയി. ചെറിയ രീതിയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് അത്തപ്പൂ ഇടിക്കുകയാണേ. ഇന്ന് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു. അത്യാവശ്യം ഒന്ന് തോർന്നു വന്ന സമയത്ത് നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ പൂക്കൾ കൊണ്ട് ഒന്നിടുവാണേ. ലക്കിമോനൊക്കെ ഇവിടെ പൂ ഇറുക്കുന്നതിൻ്റെ ധൃതിയില്ല. കത്രികയൊക്കെ എടുത്തിട്ടുണ്ട്. ഷാർപ്പ് ഒബ്ജക്ട്സ് കയ്യിൽ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേർ. കേട്ടോ? കൈ മുറിക്കുവോ? സൂക്ഷിക്കുവോ? വലിയ രീതിയിലൊന്നും അല്ല, ചെറുതായിട്ട് ചുമ്മാ ഒന്ന് വട്ടമൊക്കെ വരച്ച് വെച്ച് ചെറിയ പിള്ളേരുടെ ഒരു സന്തോഷത്തിന്. 10 ദിവസമൊന്നും നമ്മൾ അത്തപ്പൂ ഇട്ടില്ല കേട്ടോ. നമുക്ക് അതിനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ പിള്ളേർക്ക് ലക്കിക്ക് അംഗനവാടി പോകണമായിരുന്നു, തേജുവിന് സ്കൂളിൽ പോകണമായിരുന്നു. രാവിലെ സ്കൂളിൽ പോകണം, പിന്നെ രാവിലെ അതിരാവിലെ എന്നും മഴ. പണ്ടത്തെ പോലൊന്നും പിള്ളേർക്ക് വലിയ താല്പര്യവും ഇല്ല. പിന്നെ അങ്ങനെ നമ്മളങ്ങനെ പുറകെ നടന്നുമില്ല. അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ട്. നമ്മളുടെ കുഞ്ഞിക്കാലത്തെ പോലത്തെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പൂ വെറുത്ത് 10 ദിവസവും അത്ത് വിടുന്ന പോലൊന്നും ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കും താല്പര്യമില്ല. നമുക്കതിനൊട്ടും സൗകര്യവും സമയവും ഇല്ല. അതുകൊണ്ട് ഓണത്തിൻ്റെ അന്നെങ്കിലും ഒന്ന് അത്തപ്പൂ ഇടാന്ന് വെച്ചിട്ടുള്ള പരിപാടിയിലാണ്. ലക്കിമോനെ ഈ ചെടിയുടെ പേരറിയാവോ? എന്തുവാ? ശിമ്പാരിച്ചെടിയാ. ഇത് ശിമ്പാരിച്ചെടിയല്ല, ഇത് തുമ്പച്ചെടി. തുമ്പ അവിടെ മുള്ളുണ്ടേ.
ഇങ്ങ് പോരെ, മുള്ളുണ്ട്, ഇങ്ങ് വാ. അമ്മ പറഞ്ഞു തരാം ഇതേ. തുമ്പാലിയല്ല, തുമ്പച്ചെടി അവിടെ ഇവിടെ എല്ലാം നിറച്ച് നിൽപ്പുണ്ട്. അപ്പം കണ്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതാണ് തുമ്പപ്പൂവേ. ഇത് കണ്ടോ, തുമ്പ. ഓണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പൂവാണ് തുമ്പപ്പൂവ്. ഇത് ഇവിടെ നിറച്ചുണ്ടായിരുന്നേ, മഴ കാരണം മൊത്തം കൊഴിഞ്ഞു പോയതാണ്. നമ്മൾ ഇത് അത്തപ്പൂവിന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഈ പൂ മാത്രം ഇറുക്കുകയാണെങ്കിൽ ഇന്ന് സമയം തികയത്തില്ല. അതായത് നമ്മൾ അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മുടെ അത്തപ്പൂവിന് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആളുകൾ എടുക്കും. ഈ പൂ മാത്രമായിട്ട് നുള്ളി എടുക്കും. നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ, നമ്മുടെ അത്തത്തിൻ്റെ സെൻറ്റർ പോർഷനിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് എടുക്കുന്നത്. ലക്കി മോനെ, തുമ്പപ്പൂ നുള്ളിയെടുത്ത് നമുക്ക് അത്തം ഇടാൻ വെച്ചേ. സെൻറ്ററിലായിട്ട് കുറച്ച് തുമ്പപ്പൂ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ അത്തപ്പൂ ഇടാവേ. വെള്ളപ്പൂ ഇട്ടു, ഇനിയും കുറച്ചേ ഉള്ളൂ വാടാമുല്ലേ. അതും ഇങ്ങനെ ബോർഡറായിട്ട് വെച്ചോ. ഇത് നമ്മളൊരു തോർച്ച കണ്ടിടാൻ തുടങ്ങിയപ്പോൾ തന്നെ അടുത്ത മഴ വരുന്നുണ്ട്. എന്നാൽ നമ്മൾ പെട്ടെന്ന് അങ്ങിടുവാണേ. ഒരു 3 മിനിറ്റിൽ ഒരു അത്തപ്പൂക്കളം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വേണേൽ പറയാം. അതേപോലെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഇറുത്ത് വെച്ച് ഫില്ല് ചെയ്ത് കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ കാറ്റടിച്ചാലേ ഈ പൂ മൊത്തം പറക്കുന്ന സ്ഥലമാണ്. എൻ്റെ ഡാമേ ചാടി ഇരുന്നേ. വളരെ പെട്ടെന്നാണെങ്കിലും നല്ലൊരു അത്തപ്പൂക്കളായിട്ട് കേട്ടോ. ഇനി നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് പോവാണേ. കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടോ ചോദിച്ചേ? എന്തുവാ? അത്തപ്പൂക്കളം. അത്തപ്പൂക്കൾ ഇഷ്ടപ്പെട്ടോ? നക്കിമോനാണെങ്കിൽ കറികളൊന്നും അധികം വേണ്ട. ഉപ്പേരി, പരിപ്പ്, പച്ചടി അങ്ങനെ കുറച്ച് മതി. അതുകൊണ്ട് അവനെല്ലാം വിളമ്പിയിട്ടില്ലേ. വേറെ പരിപ്പ് വിളമ്പിയപ്പോഴത്തേനും ഇവിടെ വഴക്കുണ്ടാക്കി. പിന്നെ മാറ്റി കൊടുക്കുമായിരുന്നു. തന്നെ കഴിക്കുവാ. ഇങ്ങോട്ട് നോക്കിച്ചേ, ഇരിക്കനാണ്. തേച്ചിട്ട് ഇങ്ങോട്ട് നോക്കിക്കേ. തേച്ചിട്ടാ കഴിക്കാം. ഇത് പരിപ്പും പപ്പടവും കൂടെ ഇളക്കി കഴിക്കാം. കുഴച്ച് കഴിക്കാം. കണ്ടോണ്ട അമ്മ ഇങ്ങോട്ട് നിൽക്കമ്മേ, വീഡിയോ എടുക്കും. അവിയലൊക്കെ ഇവിടെ വെച്ചായിരുന്നു, കണ്ട. അന്നേരം പച്ചടി ചോദിച്ചായിരുന്നു. സാമ്പാറാണോ? എന്തോ ചേച്ചി? ചേട്ടൻ അവിടെ ഇരിക്കുന്നോ? പുളിശ്ശേരി എടുത്തില്ല, ഇവിടെ ഇരിക്കും. മോന് പായസം ഗ്ലാസ് തരട്ടെ? തേനു ഓണസദ്യ കഴിക്കാൻ പോവാണ്. പിള്ളേരൊക്കെ കഴിച്ചു, നമ്മൾ കഴിക്കാൻ തുടങ്ങുവന്നേ. മൂന്ന് കുട്ടിക്കുട്ടന്മാരുണ്ടേ. 3 പേർക്ക് ഓണസദ്യ വിളമ്പ് റെഡിയാക്കി വെച്ചിരിക്കുകയാണേ. മിയാക്കുട്ടി വാ. മിയ വന്നു. റോക്കി വരുന്നു. റോക്കി ഇവിടെ വന്നു. റൂബിണി അങ്ങ് പൊക്കോ. റൂബി അങ്ങ് പൊക്കോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.